നമസ്കാരം. ഒരു US സംരംഭകയാണ് ഇന്ന് ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയിൽ. ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്റെ മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെയോ പിന്തുണയില്ലാതെ തന്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അവരുടെയൊക്കെ സംശയങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ തന്നെ ആദ്യ എക്സ്ക്ലൂസീവ് ഷൂ ലോണ്ടറി സർവീസായ ഹിത ദി ഷൂ ഷൈനിയുടെ ഉടമ കൃഷ്ണ മാം ആണ്. നമസ്കാരം മാം. നമസ്കാരം. ഈ ഷൂ ലോണ്ടറി എന്ന് പറയുന്നത് മലയാളികളുടെ ഇടയിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? മെയിനായിട്ട് എനിക്ക് പാഷനായിരുന്നു, ഷൂസിനോടൊരു പാഷനും ക്രേസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഷൂ ലോണ്ടറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഞാൻ എനിക്കൊരു ഷൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കെയർ ആയിട്ട് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു ബിസിനസ് ഇവിടെ ഇല്ല. സോ ഈ ഒരു ബിസിനസ് നല്ലതായിരിക്കുമല്ലോ എന്നൊരു ആലോചന ഒരു 2018 തൊട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം എന്താ പറയുക, ഞാൻ പിന്നെ ആ സമയത്ത് ബിസിനസ്സിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ദെൻ അതിനുശേഷം എന്താ പറയുക, ഒരു ഏറ്റവും എക്സ്പെൻസീവ് ഷൂ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതൊരു ഷൂ ലോണ്ടറിക്ക് കൊടുക്കണം എന്നുള്ളൊരു. കാരണം എനിക്കൊരു ഷൂസ് പുതിയതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കളയാണ്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ഒരു ഫേവറേറ്റ് ഷൂ നമുക്ക് ഉണ്ടാവുമല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ഷൂ ലോണ്ടറി ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഉണ്ട്, ബട്ട് ലോണ്ടറീസിൻ്റെ കൂടെ ഷൂസും കൂടെ ചെയ്യുന്നവരുണ്ട്. ബട്ട് എക്സ്ക്ലൂസീവ്ലി ഒരു ഷൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ആരും അങ്ങനെ ചെയ്യുന്നില്ല. സോ ഐ കെയിം അപ്പ് വിത്ത് ദിസ് കൺക്ലൂഷൻ ദാറ്റ് ഒരു ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യാം. സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് തുടങ്ങിയത്. ഞാൻ ഇത്രയും വറീഡ് ആകുമ്പോൾ എന്തായാലും മറ്റുള്ളവർക്കും അതേ സെയിം കൺസേൺ ഉണ്ടാവും എന്ന് തോന്നിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ ഒരു സംരംഭം എനിക്ക് തോന്നുന്നു 24-ാമത്തെ 25-ാമത്തെ വയസ്സിലാണ് ഇങ്ങനത്തെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടക്കം കുറിക്കാൻ മുന്നോട്ടിറങ്ങിയപ്പോൾ ആ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ അവരുടെ ഒരു ഇതെങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ 24 വയസ്സുള്ള സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 24 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അവരത്ര കണക്കാക്കി ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ 24 വയസ്സിലുള്ള ആ സമയത്തുള്ള ഞാനല്ല ഇപ്പോൾ. ബട്ട് നമ്മൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുകയുള്ളൂ. സോ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാലാണ് ഓരോ തവണയായിട്ട് ഞാൻ പഠിക്കുക. ഈവൻ തോ ഷൂസിനെ കുറിച്ച് എനിക്ക് അറിയാമെങ്കിൽ കൂടെ ഡേ ബൈ ഡേ ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പാരൻസ് അത്ര സപ്പോർട്ടൊന്നും ആയിരുന്നില്ല. ഇപ്പം എന്താ പറയുക, ലൈക്ക് ഷൂ ലോണ്ടറിങ് ആണെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഷൂസ് കയ്യിൽ അതെ എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു വാട്ട് ഇസ് ഷൂ ലോണ്ടറി. ഞാൻ പറഞ്ഞു ഷൂ ലോണ്ടറി വെച്ചാൽ ഷൂ വാഷ് ചെയ്യുന്ന സർവീസാണ്. അപ്പോൾ അവർ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വേറൊരാൾ കാലിൽ കിടക്കുന്ന ഷൂ അല്ലേ, എങ്ങനെ അത് എടുത്ത് വാഷ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വി ക്യാൻ ട്രൈ, അറ്റ്ലീസ്റ്റ് വി ക്യാൻ ട്രൈ. എന്നിട്ട് നമുക്ക് എന്താ പറയുക, ആളുകൾ നമുക്ക് കൊണ്ടുതരുന്നില്ല അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് വിട്ട് കളയാലോ. റിസ്ക് എടുക്കാനുള്ള ഒരു അതെ, കോൺഫിഡൻസ് മാത്രമേ എനിക്കുണ്ടായുള്ളൂ. ഈവൻ തോ എനിക്കൊരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്കൊന്നും ഉണ്ടായില്ല, ബട്ട് ഐ ഹാവ് ദ കോൺഫിഡൻസ്. അത്ര ഉറപ്പുണ്ടായിരുന്നു ഇത് വിജയിക്കും? ഈ സുഹൃത്തുക്കളൊക്കെ അന്ന് പിന്തുണയായിട്ടുണ്ടായിരുന്നു? ആ സുഹൃത്തുക്കൾ മാത്രമാണ് എനിക്ക് ആക്ച്വലി കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് ഈ സംരംഭം ഏകദേശം 1-2 വർഷം കൊണ്ട് ഇന്നൊരു വൻ വിജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പൊ എന്താ എൻ്റെ ഒരു തോന്നുന്നു, അന്ന് അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു വലിയ സംരംഭത്തിന് അല്ലേ? അതെ, നമ്മൾ മാക്സിമം എന്താ പറയുക, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മളൊന്ന് മൂവ് ചെയ്തു എന്ന് പറയുന്നത്. സോ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഐ എം മൂവിങ് എന്നുള്ളത് ഞാൻ എന്താ പറയുക, ഈവൻ തോ എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റില്ലായിരിക്കാം ഒരു പക്ഷെ, ഞാൻ ബിസിനസ് എന്നുള്ളത് ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിൽ ചിന്തിക്കാത്തൊരു കാര്യം. അങ്ങ് പഠിച്ചത് തന്നെ ഇപ്പം ഇന്റീരിയർ ഡിസൈനിങ് ആണ്. ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചതിന് ശേഷം പിന്നീട് ഈ സിനിമാറ്റോഗ്രാഫി, ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലകളിൽ തൻ്റെതായ പല പരീക്ഷണങ്ങൾ നടത്തി. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ കുറച്ചും കൂടെ റിസ്ക് കൂടിയ ഒരു മേഖലയിലോട്ടുള്ള ഒരു ചുവടുവെപ്പിനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് പോലത്തെ ഫീൽഡുകൾ എനിക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നല്ലേ? അതെ, ഞാൻ വരക്കും, നന്നായിട്ട് പടമൊക്കെ വരക്കും. സോ അങ്ങനെ ഒരു എന്താ പറയുക, ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫർണിച്ചർ ഡിസൈനിങ് ഒക്കെ. നമുക്കൊരു മൊഡ്യൂൾ തന്നെയുണ്ട് ഈ ഫർണിച്ചർ ഡിസൈനിങ് ഒക്കെ. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇന്റീരിയർ ഡിസൈനിങ്. ഓക്കെ, ബട്ട് ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുക എനിക്ക് കുറച്ചുകൂടെ ടഫായിട്ട് ഫീൽ ചെയ്തു. ബട്ട് എന്നാലും പഠിച്ചതിന് ശേഷം ഞാൻ ഡ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു. ബട്ട് എന്താ പറയുക, നമുക്കൊരു നല്ലൊരു വരുമാനം ഒക്കെ ഏൺ ചെയ്യണമെങ്കിൽ ഒരു 9 to 5 ജോബ് പോയി കഴിഞ്ഞാൽ മേ നോട്ട് ബി എന്താ പറയുക അത്ര അടിപൊളിയായിട്ട് പറ്റില്ല. സോ എന്താ പറയുക 9 to 5 ജോബ് പോകാൻ പറ്റാത്ത ഞാൻ 24 hours ജോലി ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സേഫ് പാത്ത് ഉണ്ടായിട്ടും അതിനെയൊക്കെ മാറ്റി നിർത്തി ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ ഷൂ ലോണ്ടറിയുടെ കാര്യത്തിലൂടെ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷൂ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് എന്ന് പറയുന്നത് അത് ഒന്ന് കഴുകുക,
കൂടി വന്ന വെയിലത്ത് വെക്കുക എന്നുള്ള ഒരു വൃത്തിയാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ് മലയാളികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെ മാറ്റി നിർത്തി ഈ അങ്ങനെയുള്ള ചെറിയൊരു കഴികളിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു വൃത്തിയാക്കലിലൂടെ ഇതിലുള്ള പൂർണ്ണമായിട്ടുള്ള കീടാണുക്കളെ അകറ്റാനായിട്ട് സാധിക്കുമോ? അത് ഈ ഷൂ ലോണ്ടറി പോലത്തെ സാധ്യതകൾ അനിവാര്യമാണോ? ആക്ച്വലി ഷൂ ലോണ്ടറി എന്നുള്ളത് നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും കുറച്ചുകൂടെ ഹൈജീനിലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പം ആഫ്റ്റർ കൊറോണ എല്ലാവരും ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് സർവീസൊക്കെ തന്നെ ഒരുപാടായല്ലോ. സോ നമ്മളിപ്പോൾ ലോണ്ടറിങ് നോർമൽ ഒരു ഷൂസ് നോർമൽ ഒരു ഡ്രസ്സ് നമ്മൾ ലോണ്ടറിങ്ങിന് കൊടുക്കുന്ന പോലെ തന്നെ ഷൂസും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫീറ്റ് ഹൈജീനിങ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ആൾക്കാർ ഇപ്പം കൂടുതലും ലേഡീസാണ് പെഡിക്യൂർ ചെയ്യുന്നതെങ്കിലും ആണുങ്ങളാണ് കൂടുതലും ഷൂസ് ഇടുന്നത്. സോ ദേ ഓൾസോ നീഡ് എ പെഡിക്യൂർ ആൻഡ് ഓൾ. അപ്പം ക്ലെൻലിനെസ് ഇതിനൊരു വലിയ ഭാഗം തന്നെയാണ്. ഷൂസ് കെയർ ചെയ്യാന്ന് മാത്രമല്ല, എന്താ പറയുക, ഈ ഹൈജീൻ എന്നുള്ളത് വലിയ ഭാഗമാണ് ലൈഫിൽ. ശരി. അപ്പൊ ഇപ്പൊ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭ്രമം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വണ്ടികളുണ്ട്, അല്ലെങ്കിൽ വാച്ചുകളുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ ഷൂകളോട് ഭ്രമമുള്ള വലിയൊരു പോപ്പുലേഷൻ ഉണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് അങ്ങനെ പരിചയപ്പെടാൻ പറ്റി. കാരണം ഈവൻ ദോ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒരുപാട് പേര് കയ്യിൽ അതെ ഒരുപാട് പേരുടെ ഷൂസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നിയർലി 1.5 ലക്ഷം രൂപയുടെ ഒരു ഷൂസ് എനിക്ക് കൈ കിട്ടി. അതൊരു പോപ്പുലർ സെലിബ്രിറ്റി ആണ്. ഹീസ് എ റാപ്പർ, സിംഗർ. സോ വേണ്ട, ചിലപ്പോ വേറെ കസ്റ്റമേഴ്സ് കൊണ്ടുപോയല്ലോ, വേറെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആളെ കൊണ്ടുപോയല്ലോ. സോ എന്താ പറയാ, ആ ആള് നമുക്ക് ഷൂ തരുമ്പോ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ഇതാണ് ഷൂസ്, സോ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. ബട്ട് ആള് ഓൾറെഡി മുന്നേ തരുമായിരുന്നു എനിക്ക് ഷൂസ്. ബട്ട് എനിക്ക് ഞാനത് റാപ്പൊന്നും ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ കൂടെ എനിക്ക് അത് അത്ര ഫെമിലിയർ ആയിരുന്നില്ല. ബട്ട് എന്നാലും പിന്നീടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതും, എനിക്ക് എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ഇതുപോലെ ഷൂ തരുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഓ ഇയാളായിരുന്നു അത് എന്ന് വിചാരിച്ചു. ബട്ട് എന്താ പറയുക, ആൾക്കാർ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ ഈവൻ എത്ര വിലപിടിപ്പുള്ള ഷൂസ് ആണെങ്കിലും ആൾക്കാർ നമുക്ക് തരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഈ ഒരു ട്രസ്റ്റ് ഇപ്പൊ ബിൽഡ് ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പൊ 2 വർഷമായി അല്ലേ? 2 വർഷം ആവുന്നു. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ബിൽഡ് ചെയ്ത ഒരു ട്രസ്റ്റ്. ഒരു സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം ഇതെങ്ങനെയാണ് ഈ ബ്രാൻഡ് മലയാളികൾക്കിടയിൽ അത് പോപ്പുലർ ആക്കിയത്, അല്ലെങ്കിൽ ഈ കൺസെപ്റ്റിനെ തന്നെ ഒരു പുത്തൻ കൺസെപ്റ്റ് മലയാളികളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് പോപ്പുലർ ആക്കിയത്? ഓക്കെ, നമ്മൾ ഒരു ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്ന് നമുക്ക് ഒരാളോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കൊരു ആപ്പിൾ കാണിച്ചിട്ട് ഇതൊരു ആപ്പിളാന്ന് പറയുന്നതും എന്താ പറയുക, ഇങ്ങനെ ഇരുന്ന ഒരു സാധനം ഇത് ആപ്പിളാണ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. സോ ഞാൻ ആദ്യം ഒരു കോൺസെപ്റ്റ് എൻ്റെ ബിസിനസ് പാർട്ട്നറോട് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം ആൾക്കാരെങ്ങനെ അത് കൊണ്ടുവന്ന് തരും, ഒരു ഷൂ എങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് തരും എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഫൈനലി എന്താ പറയുക, അപ്പോൾ ആളുകളിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തു. നമ്മൾ എന്താ പറയുക, ഞാൻ ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളെങ്കിലും ഞാൻ വെറുതെ ഇരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആളുകളിലേക്ക് വെറുതെ ഇരുന്നപ്പോൾ ഈ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ, ഈ ബിസിനസ് വിജയിക്കുമോ തുടങ്ങിയ സംശയം. വലിയ 24-ാമത്തെ വയസ്സിൽ തന്നെ ഇത്ര വലിയ റിസ്ക് എടുത്ത് കഴിയുമ്പോൾ അങ്ങനത്തെ മനസ്സിലോട്ട് അങ്ങനത്തെ ചിന്തകൾ എന്തെങ്കിലും വന്നായിരുന്നു? അങ്ങനത്തെ ചിന്തകൾ വന്നില്ല. എന്താ വെച്ചാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും 1-2 പേര് തരുന്നുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ഹാപ്പി ആയിരുന്നു. ഈവൻ ഐ എം ഗെറ്റിംഗ് ദ 1 ഷൂസ് എ ഡേ. അപ്പോഴും ഞാൻ ഹാപ്പിയാണ്. കാരണം ആ ഒരു ഷൂ കിട്ടി കഴിഞ്ഞാൽ ഇല്ല പറ്റിയിരുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ആ ഓരോ ഷൂ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ആളുകളിലേക്ക് റീച്ച് ആവുന്നത്. കാരണം ഇങ്ങനൊരു ഷൂ ലോണ്ടറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ നിയർലി അത് 7 ലക്ഷം പേരോളം കണ്ട് അങ്ങനെയാണ് നമുക്കൊരു പോപ്പുലാരിറ്റിയിലേക്ക് ആയതും. അപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർക്ക് ഷൂ ലോണ്ടറിങ് ആവശ്യമുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു 24-ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്ന് പറഞ്ഞു. 24-ാമത്തെ വയസ്സിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പല കുട്ടികളൊക്കെ പല സംരംഭങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മുമ്പിൽ വരുന്ന വലിയൊരു ബാരിയർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതെ. അപ്പോൾ ഈ സ്ഥാപനത്തിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി എന്താ പറയുക, എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ആക്ച്വലി ഹീസ് മൈ ഇൻവെസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് എന്താ പറയുക, ആളെ ഞാനൊരു ദിവസം ഇങ്ങനെ മീറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് നോർമൽ ഒരു കാഷ്വൽ ടോക്കിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചതാണ്. അങ്ങനെ പുള്ളി പറഞ്ഞു, ഓക്കെ തനിക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഇൻവെസ്റ്റ്. ഓക്കെ, അപ്പം ഞാനിപ്പം അന്ന് കൈ കൊടുത്തതാണ്. വെരി നെക്സ്റ്റ് ഡേ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പുള്ളീൻ്റെ അടുത്ത് വന്ന് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഹി വാസ് ഹാപ്പി. അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, ആൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു.
എന്നാലും നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ആളുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ലൈക്ക് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയുണ്ട് അതിനുശേഷം മാത്രം മതി ഒരു ഷോപ്പൊക്കെ എടുത്ത് വലിയ ഇതിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം നമ്മൾ ആളുടെയും കൂടെ റെസ്പെക്ട് ചെയ്യണമല്ലോ. സോ ഓക്കെ, ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ്. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത്ര ഹൈപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു 3 monthsലാണ് നമ്മളൊരു ഷോപ്പിലേക്ക് മാറുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ മേഖലയിൽ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടല്ലേ? വലിയ കോമ്പറ്റീഷൻ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ ഇൻവെസ്റ്ററിന്റെ കഥ പല അഭിമുഖങ്ങളിലും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തിയതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തുമോ? വെളിപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഹീസ് ആക്ച്വലി വേറെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഫുഡ് ബിസിനസ് ആണ് ആൾ ചെയ്യുന്നത്. ഹിസ് നെയിം ഇസ് രാജീവ്. ഹീസ് മോർ ദാൻ ലൈക്ക് മൈ, എന്താ പറയുക, എൻ്റെ ഒരു മെൻറ്റർ പോലെ തന്നെയാണ്. ലൈക്ക് എനിക്കൊരു ഫാദർ ഫീലാണ് പുള്ളി. ശരിക്കും അദ്ദേഹമായിട്ടുള്ള പരിചയമാണ് സത്യത്തില്. അതെ, നമ്മളിപ്പോൾ എന്താ പറയുക, ഈവൻ ദോ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരൊന്നും നമ്മളെ കൂടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി ഒരാളെങ്ങനെയെങ്കിലുമൊക്കെ വരും ലൈഫിൽ, അല്ലേ? അതേപോലെ മതി അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഒരു യുവ സംരംഭകയാണ്. ഒരു യുവ സംരംഭകയുടെ ഈ കേരളത്തെ നോക്കി കാണുമ്പോൾ കേരളം എത്രമാത്രം ഒരു ബിസിനസ് സൗഹാർദ്ദമായ അല്ലെങ്കിൽ ഒരു നിക്ഷേപ സൗഹൃദമായ ഒരിടമാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പല വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ പഠനം കഴിയുന്നു, ഇവിടെ നാട് ശരിയല്ല എന്ന് പറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നത്, ഇവിടുത്തെ ഒരു പ്രമുഖ വ്യവസായി തന്നെ മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു യുവ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം കേരളം എത്രമാത്രം ബിസിനസ് സൗഹാർദ്ദപരമായ ഇടമാണ്? ആക്ച്വലി നമ്മളൊന്ന് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ശരിക്കും നമ്മളത് ഡീറ്റെയിൽ നോക്കാനിട്ടാണ്. ഇപ്പം ഞാൻ ഈ ഷൂ ലോണ്ടറി എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ എനിക്ക് വന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിട്ടാണ്. കാരണം ആളുകളുടെ കാലിലെല്ലാം കാണുന്നത് ചെരുപ്പും. വളരെ ചെറിയ കൺസെപ്റ്റാണ്, ഒരു ചെറിയ സംഭവം ഒട്ടും ചെറുതല്ല എന്ന് തെളിയിക്കുന്നതും കൂടെയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഈവൻ എന്താ പറയുക, ഷൂ ലോണ്ടറിങ് എന്ന് പറയുന്നത് ഒരു മോശമാണ് ആയിട്ടുള്ളൊരു ജോലിയാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പരിഹസിച്ചവരുണ്ട്. ബട്ട് എങ്കിൽ കൂടെ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഗുഡ്, അല്ലേ? അങ്ങനെ പറഞ്ഞവരുടെ മുമ്പിൽ നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതെ. അപ്പൊ ഈ സ്ത്രീ സംരംഭകരെയൊക്കെ എങ്ങനെയാണ് കേരളം സ്വാഗതം ചെയ്യുന്നുണ്ടോ? സ്വാഗതം ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് എ ടൈം എന്താ പറയുക, ചില ആളുകൾ നമ്മളോട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബാർഗെയിനിങ് കുറച്ച് കൂടുതലാണ്. എന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു 250 റേഞ്ചിലാണ് ഷൂസ് ക്ലീനിങ് ചെയ്യുന്നത്. സോ ചില ആൾക്കാർ വന്നിട്ട് പറയും 200 തരാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സോ അതൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? അതെ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ചുമ്മാ ഒരു സോപ്പിട്ട് വാഷ് ചെയ്യുന്നതിന് എന്തിനാ? അങ്ങനെ പ്രോസസ് എങ്ങനെയാണ്? ഈ ഷൂ ലോണ്ടറിങ് എങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ ഷൂ കഴുകുന്നതിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാക്കുന്നത്? ആക്ച്വലി നമുക്ക് പല സ്റ്റെപ്സ് ഉണ്ട് ഷൂസ് ക്ലീൻ ചെയ്യുന്നതിൽ. ഇപ്പം നോർമലി ഇപ്പോൾ ഓരോ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മളുടെ ഒരു ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ഷൂസ് ഉണ്ട്, പല മെറ്റീരിയൽ ഷൂസ് ഉണ്ട്. ഇപ്പം സ്വേഡ് മെറ്റീരിയലുണ്ട്, പിന്നെ നിറ്റഡ് ഉണ്ട്, നെറ്റ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഷൂസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്യാൻവാസ് മാത്രം നമ്മളങ്ങനെ കൂടുതൽ എടുക്കാറില്ല, കാരണം ക്യാൻവാസ് എത്ര വാഷ് ചെയ്താലും ഒരു ബാക്ക് ടു നോർമൽ പഴയ ഒരു പ്യുവർ വൈറ്റിലേക്ക് കിട്ടാറില്ല. സോ അത് ഒഴികെ ബാക്കി എല്ലാ ടൈപ്പ് ഷൂസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ എന്താ പറയുക, ഇപ്പം മെറ്റീരിയലിൻ്റെ കേസിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ബർക്കൻ സ്റ്റോക്ക്, കൂടുതൽ ആൾക്കാർ ബർക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. സോ എന്താ പറയുക, ആളുകൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഞാൻ എന്താ പറയുക റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഈ ഹിത ദ ഷൂ ഷൈനി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഭാവി എങ്ങനെയാണ്? വെറും 2 വർഷം കൊണ്ട് തന്നെ വലിയൊരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഭാവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഭാവി എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെന്തായാലും ഷൂ ഇടുന്നത് നിർത്താൻ പോകുന്നില്ല. അതെ, ഷൂ ചെളിയാവുന്നത് നിർത്താൻ പോകുന്നില്ല, നിൽക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല. എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സീസൺ എന്ന് ചോദിക്കാം. നമ്മൾ മഴ വന്നാലും സീസണാണ്, മഴയില്ലെങ്കിൽ പൊടിയായാലും സീസണാണ്, മനസ്സിലായി. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം കോൺസേർട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കോൺസേർട്ട് കഴിഞ്ഞ് എല്ലാവരും നമ്മൾ ഷൂ ലോണ്ടറിയിലേക്ക് വിളിക്കാറുണ്ട്, കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ ഇനി ഹിത ദ ഷൂ ഷൈനി എന്ന കമ്പനി കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ഞങ്ങളൊപ്പം ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.